ഹലോ ഫ്രണ്ട്സ്, നേഴ്സ് ആപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒമാനിൽ നേഴ്സായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? BSc, പോസ്റ്റ് BSc അല്ലെങ്കിൽ MSc ഡിഗ്രി ഹോൾഡറാണോ? എന്നാൽ ഈ വീഡിയോ തുടക്കം മുതൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ നേഴ്സിംഗ് റിലേറ്റഡായി ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. ഒമാനിൽ നേഴ്സായി ജോലി ലഭിക്കാൻ വേണ്ടുന്ന ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു BSc, പോസ്റ്റ് BSc അല്ലെങ്കിൽ MSc ഡിഗ്രി ഹോൾഡർ ആയിരിക്കുക എന്നുള്ളതാണ്. GNF സ്റ്റാഫിനെ ഇപ്പോൾ പൊതുവെ അവർ എടുക്കുന്നില്ല. ലേബർ റൂമിലേക്ക് മാത്രമേ GNF സ്റ്റാഫിനെ എടുക്കുന്നുള്ളൂ. മുൻപ് എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ 2 വർഷമായിട്ട് BSc മാത്രമാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഇനി എക്സ്പീരിയൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ BSc സ്റ്റാഫിന് അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ കംപ്ലീറ്റഡ് 4 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. GNM സ്റ്റാഫിന് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ്, അതായത് അവരെ മെറ്റേണിറ്റിയിൽ മാത്രം എടുക്കുന്നുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്ക് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരിക്കേണ്ടത്. ചില ഏജൻസി 3 വർഷം, 10 മന്ത് അല്ലെങ്കിൽ 8 മന്ത്സ് അങ്ങനെയൊക്കെയുള്ള സ്റ്റാഫിനെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. പക്ഷേ MOH ഒരിക്കലും കംപ്ലീറ്റഡ് 4 ഇയേഴ്സ് ഇല്ലാത്തവരെ അറ്റൻഡ് പോലും ചെയ്യിക്കില്ല. എൻ്റെ കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന ഒരു കുട്ടി 3 ഇയേഴ്സ് ആൻഡ് 10 മന്ത്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോലും അവർ സമ്മതിച്ചില്ല. അതുകൊണ്ട് എപ്പോഴും കംപ്ലീറ്റഡ് 4 ഇയേഴ്സ് ആയിട്ട് മാത്രം നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. എക്സ്പീരിയൻസ് കഴിഞ്ഞ് അടുത്തതായി നമുക്ക് വേണ്ടുന്നത് PSNView എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ എക്സാമിന് 60 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്കാണ് ആവശ്യമുള്ളത്. 60 താഴെ 1 മാർക്ക് കുറഞ്ഞാൽ പോലും അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. PSNView എക്സാമിന് ശേഷം അടുത്ത കടമ്പ എന്ന് പറയുന്നത് ഡേറ്റ ഫ്ലോ ആണ്. ഡേറ്റ ഫ്ലോ ഇൻ്റർവ്യൂവിന് മുൻപും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷവും നമുക്ക് അപ്ലൈ ചെയ്യാം. എക്സാം ക്ലിയർ ആയ ശേഷം ഒരു ഏജൻസിയെ സമീപിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പോൾ ഒമാനിലോട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് പ്രൈവറ്റ് റിക്രൂട്ടിംഗ് ഏജൻസികളാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏജൻസി, സബ് ഏജൻസി ഒക്കെ ഒരുപാടുണ്ട്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഏജൻസിയുടെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അന്വേഷിച്ചിട്ട് വേണം നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ. അവരുടെ ഫോൺ നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ പറയും. ഒന്നെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ ഇമെയിൽ അയച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്തിട്ട് അവർ വിളിക്കും. എന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഡേറ്റ്, സ്ഥലം ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ അവിടെ പോയി നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഇൻ്റർവ്യൂ പാസ്സായ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അവിടെ വെച്ച് തന്നെ അവർ ചെയ്യും. ഓരോ ഏജൻസി അനുസരിച്ച് 3 അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ വിസ വരും. ഇതിനിടയ്ക്ക് ഏജൻസി പറയുന്ന ഹോസ്പിറ്റലിൽ പോയി നമുക്ക് മെഡിക്കൽ എടുക്കാം. അതിൻ്റെ ഒറിജിനൽ നമ്മൾ കയ്യിൽ കരുതണം. പിന്നെ ഇൻഷുറൻസ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇവിടെ വരുമ്പോൾ സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടൽ ബുക്കിംഗ് ഒക്കെയാണ് വേണ്ടത്. അത് ഏജൻസി നമുക്ക് ചെയ്തു തരും. വിസ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഏജൻസിക്ക് കമ്മീഷൻ കൊടുക്കേണ്ടി വരും. അത് ഓരോ ഏജൻസിക്കും സബ് ഏജൻസിക്കും അനുസരിച്ചൊക്കെ മാറി മാറിയിരിക്കും. ഏജൻസിയൊക്കെ ഏതാണെന്ന് ലാസ്റ്റ് വീഡിയോയുടെ കമൻറ്റ് ചോദിച്ചിരുന്നു. ഗൾഫ് ഷീൽഡ്, റോയൽ സ്റ്റാർ, അങ്ങനെ കുറേ ഏജൻസികൾ ഒമാനിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ടിക്കറ്റ് ചിലപ്പോൾ സിംഗിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ടിക്കറ്റൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുക. ഇവിടെ വന്നു കഴിയുമ്പോൾ ഹോട്ടലിലേക്കുള്ള സ്റ്റേ അവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. അതിനുശേഷം നമ്മളുടെ ഹോസ്പിറ്റലിൽ നിന്നും അവർ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. കുറച്ച് അത്യാവശ്യ സാധനങ്ങളും കുറച്ച് ക്യാഷും കയ്യിലൊക്കെ കരുതുന്നത് നല്ലതാണ്. കാരണം ഫസ്റ്റ് മന്തിൽ ചിലപ്പോൾ നമുക്ക് സാലറി കിട്ടണമെന്നില്ല. കാരണം ചില ഹോസ്പിറ്റലുകളിൽ 3 മന്ത്സൊക്കെ എടുക്കും നമുക്ക് സാലറി കയ്യിൽ കിട്ടാനായിട്ട്. അപ്പോൾ ഒമാനിലേക്ക് വരാനിരിക്കുന്ന നേഴ്സസിന് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.